യഥാർത്ഥത്തിൽ എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഡേവിഡ് കറ്റാലയുടെ പൂർണ്ണമായ പദ്ധതികൾ? തന്റെ ഉള്ളിലെ ഫുട്ബോളിനെ പറ്റിയുള്ള കാഴ്ചപ്പാടിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ആദ്യം നോക്കാം. എന്റെ കാൽപന്ത് കളിയുടെ തത്വശാസ്ത്രം നല്ല നിയന്ത്രണമുള്ള, കടുത്ത ആക്രമണോത്സുകത നിറഞ്ഞ ഫുട്ബോൾ കളിരീതിയാണ്. അച്ചടക്കമുള്ള, സർഗാത്മകമായ കളിശൈലിയാണ്. ഓർക്കുക, ഡേവിഡ് കറ്റാല സ്പെയിൻകാരനാണ്. സ്പാനിഷ് ഫുട്ബോൾ അദ്ദേഹത്തെ ഏറെ സ്വാധീനിക്കും. കാരണം കറ്റാല കണ്ടതും പഠിച്ചതും കളിച്ചതുമൊക്കെ സ്പാനിഷ് ഫുട്ബോൾ തന്നെയാണല്ലോ. അതുതന്നെയായിരിക്കണം ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് അദ്ദേഹം പകർന്നു കൊടുക്കാൻ ഒരുങ്ങുന്നതും. വിമർശകർ ഇതിനോടകം പറയുന്നത് ക്രൊയേഷ്യയിലും സൈപ്രസിലുമൊക്കെ കറ്റാല കാലാവധി പൂർത്തിയാക്കും മുമ്പേ പുറത്താക്കപ്പെട്ടവനെന്നാണ്. എല്ലാവരും എല്ലായിടത്തും വിജയിക്കുന്നവരാകണമെന്നില്ല. ഒരുപക്ഷെ ഡേവിഡ് കറ്റാലയുടെ പദ്ധതികൾ ഇവിടെ വിജയം കണ്ടുകൂടുന്നുമില്ലല്ലോ. അതൊന്നും മുൻവിധികളോടെ കാണേണ്ട കാര്യങ്ങളല്ല. ഇതുവരെയുള്ള ബ്ലാസ്റ്റേഴ്സ് മത്സരങ്ങൾ നോക്കിയാൽ ഡേവിഡ് കറ്റാല പറഞ്ഞതിന്റെ പൊരുൾ നമുക്ക് പിടികിട്ടും. ആക്രമിച്ച് കളിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുമ്പോഴൊക്കെ ഏതാണ്ട് കളിയുടെ നിയന്ത്രണം തന്നെ ടീമിന് പൂർണ്ണമായി നഷ്ടപ്പെടുന്നു. അച്ചടക്കമില്ലാത്ത അത്തരം കളികളിൽ ക്ലബ്ബ് പരാജയപ്പെടുന്നു. അറ്റാക്കിങ്ങും ഡിഫൻസും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു ടീമിനെ പിടിച്ചു കെട്ടുക അത്ര എളുപ്പമല്ല. അത്തരമൊരു ടീമിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് തന്റെ ആദ്യ ലക്ഷ്യമെന്ന് വ്യക്തമാക്കുന്ന കോച്ച്, അത്തരം ഫുട്ബോൾ ആവും സൂപ്പർ കപ്പിനെത്തുന്ന ബ്ലാസ്റ്റേഴ്സ് ടീം കളിക്കുക എന്നും അദ്ദേഹം പറയുന്നു. അവസാന വിസിൽ മുഴങ്ങും വരെ കഠിനാധ്വാനം ചെയ്ത് കളിക്കുന്ന ഒരു ടീമിനെ ഒരുക്കിയെടുക്കുക എന്നതാണ് തന്റെ കർത്തവ്യമെന്ന് ഉറപ്പിച്ചു പറയുന്ന പരിശീലകൻ വരുന്ന ISL സീസണിൽ അത് പ്രാവർത്തികമാക്കുമെന്നും ഫുട്ബോൾ ആരാധകർക്ക് വാക്കു നൽകുന്നു. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ സമ്പന്നമായ കാൽപന്ത് കളിയുടെ പൈതൃകത്തിനും ഫുട്ബോൾ അഭിനിവേശത്തിനും താൻ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കറ്റാല തുറന്നു പറയുന്നു. കാണികളെ നിരാശനാക്കാൻ താൻ ഒരിക്കലും ശ്രമിക്കില്ലെന്നും വിജയങ്ങൾക്കായി ടീമിൽ തന്ത്രപരമായ നവീകരണങ്ങളാണ് വരും നാളുകളിൽ തന്റെ കീഴിൽ നടക്കുകയെന്നും കറ്റാല വിശദീകരിക്കുന്നു. എനിക്കറിയാം, ടീമിലെ പ്രധാന കളിക്കാർ നഷ്ടമായ സ്വപ്നങ്ങളുടെ കുരുക്കിലാണ്. അവരെ വീണ്ടും ഊർജ്ജസ്വലരാക്കി മാറ്റിയെടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞതൊക്കെ പഴങ്കഥകൾ മാത്രമാണ്. ഭാവിയാണ് പ്രധാനം. ദുർബലമായ പൊസിഷനുകൾ ബലപ്പെടുത്തിയെടുക്കേണ്ടത് അതിപ്രധാനമാണ്. പ്രത്യേകിച്ച് പ്രതിരോധ നിരയിലെ പാളിച്ചകൾ. സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ ടീമിന്റെ പുതിയ വ്യക്തിത്വം കാണാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്ന പരിശീലകൻ പുതിയ ISL സീസണിന് മുന്നോടിയായി നടക്കുന്ന സൂപ്പർ കപ്പ് ടീമിന് വലിയൊരു അവസരമാണ് ഒരുക്കിയിരിക്കുന്നതെന്നും വ്യക്തമാക്കുന്നു. വിജയങ്ങൾക്കായി മാത്രം മത്സരിക്കുന്ന ഒരു ക്ലബ് എന്ന നിലയിലേക്ക് ടീമിനെ മാറ്റിയെടുക്കുമെന്ന് ഉറപ്പു നൽകുന്ന ഡേവിഡ് കറ്റാല എന്ന പരിശീലകനെ തൽക്കാലം വിശ്വസിക്കുക മാത്രമാണ് ഫുട്ബോൾ ആരാധകർക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുക. തീരെ കുറഞ്ഞത് സൂപ്പർ കപ്പ് മത്സരങ്ങൾ കഴിയും വരെയെങ്കിലും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.